ഫ്രണ്ട്സ്, നമുക്കിന്ന് മുട്ട വറുത്തതും തക്കാളിക്കറി ഉണ്ടാക്കാൻ പോയാലോ? എന്നാ വാ, നമുക്ക് പോകാം. നീ വന്നുണ്ടോ? പോകാം. അപ്പൊ ഗൈസ്, നമുക്ക് തക്കാളിക്കറി ഉണ്ടാക്കാം. ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാപ്പച്ചക്കനോട് ഉണ്ട് കേട്ടോ. അവനിപ്പോ പുറത്തൊക്കെ പോയിട്ട് വന്നേക്കണേ. നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് തക്കാളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് അങ്ങനെ ഇപ്പൊ പറയാൻ പോകുന്നത്. ഞാൻ സവാള എണ്ണ വെച്ചിട്ടുണ്ട്. ബാക്കി സവാള നമുക്ക് മുട്ട വറക്കാനാണ്. അപ്പോൾ സവാള എണ്ണ വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി ഉണ്ട്. പിന്നെ മസാലകൾ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി. പിന്നെ നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്രയും കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, കടുക് പൊട്ടി വരും. നമുക്കിതൊന്ന് മൂടി വെച്ച് എടുക്കാം കേട്ടോ. എനിക്ക് നമ്മുടെ കയ്യിൽ എണ്ണ തെറിച്ചു. സുനി വിഷമം വന്നേക്കണേ തോന്നിട്ടോ കൈസിന്. നമ്മുടെ സുനിമോന്റെ കാര്യത്തിൽ കിടക്കാമണി വീണ്ടും ഇട്ടോ. എല്ലാവരും കാണിച്ചെടുക്കോ. ഒരു ഹായ് പറഞ്ഞാക്കും. ഹായ് ഹായ്. അത് നമ്മുടെ ചിമ്പനുണ്ട് കേട്ടോ. അപ്പൊ അതെ, കടുകൊക്കെ പൊട്ടി വരുന്നുണ്ടേ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നു. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് തക്കാളി എല്ലാം ഉടനെ എനിക്ക് കാണാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ തക്കാളിയും സവാളയൊക്കെ എല്ലാം ഉടനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്ത് മസാലക്കൂട്ടെല്ലാം ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടി കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ മുളക് പൊടി ഇത്തിരി ഇടാം. എരിവ് അധികം വേണ്ട കേട്ടോ. ഇനി ബാക്കി ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് എല്ലാ മസാലയും കൂടി പച്ചമണം മാറുന്നത് നമുക്ക് ഇറക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പൊ നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇത്ര വെള്ളം ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. പിന്നെ കുറച്ച് നേരം തിളച്ച് വരുമ്പോൾ തക്കാളിക്കറി റെഡിയാവും കേട്ടോ. അപ്പൊ ഞാൻ